നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. ശ്രീരാമചന്ദ്രൻ സുധീക്ഷ്ണ മഹർഷിയോട് അഗസ്ത്യ മഹർഷിയെ കാണണം എന്നുള്ള തൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു. അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പുറപ്പെടാം എന്നായി സുധീക്ഷ്ണ മഹർഷി. അടുത്ത പുലരിയിൽ സുധീക്ഷ്ണ മഹർഷി രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്ത് നിർത്തിയ ശേഷം സുധീക്ഷ്ണ മഹർഷി തൻ്റെ ഗുരുവിനെ കാണാൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി ശ്രീരാമചന്ദ്രൻ്റെ ആഗമന വൃത്താന്തം അറിയിച്ചു. രാമനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന അഗസ്ത്യൻ ഉടൻ തന്നെ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വളരെ വേഗത്തിൽ വന്ന് ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ച് സൽക്കരിച്ചു.